സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് KSRTCയുടെ നഷ്ടക്കണക്ക് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കാൻ ഗതാഗത വകുപ്പ് ഒരുങ്ങുന്നു. തുടർ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിക്ക് വിട്ടു നൽകുന്നതായി ഗതാഗത വകുപ്പ് അറിയിച്ചു. സർക്കാരിൻ്റെ അധിക സഹായമുണ്ടെങ്കിൽ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് KSRTC പറയുന്നത്. മേഘന മുരളി വീണ്ടും ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മേഘന, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞതാ. ഇനിയിപ്പോൾ ലാഭനഷ്ടം കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. പറഞ്ഞു. അങ്ങനെ തന്നെയാണ്. അതിൽ ജൂൺ 15-ാം തീയതി തന്നെ പദ്ധതി നടപ്പിലാക്കും. അതിൽ എല്ലാ സ്ത്രീകൾക്കും KSRTCയിൽ സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാരും അതുപോലെ തന്നെ ഗതാഗത വകുപ്പും പറയുന്നത്. അതിനു മുന്നോടിയായാണ് നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട KSRTC MDയുടെ റിപ്പോർട്ട് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം അത് നിർണായകമായിരിക്കുമെന്നുള്ളതാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. കൂടാതെ അതിൽ മുഖ്യമന്ത്രി VD സതീശൻ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. അത് എന്തായാലും നടപ്പിലാക്കാൻ പോകുന്നു. ഇനി എങ്ങനെയാണ് ഈ സാമ്പത്തിക ബാധ്യത മറികടക്കാൻ കഴിയുക, കൂടാതെ എന്ത് സ്കീമാണ് മുന്നോട്ട് വെക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി തീരുമാനിക്കും എന്നുള്ളതാണ് ഗതാഗത വകുപ്പും ഉന്നത അധികാരികളും പറയുകയും ചെയ്യുന്നത്. 112 കോടിയുടെ അധിക ബാധ്യത സർക്കാരിന് ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിലത്തെ കണക്ക്. അത് KSRTCയുടെ MDയുടെ അന്വേഷണത്തിലും അതുപോലെ തന്നെ ജെൻഡർ ടിക്കറ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ വഴി നടത്തിയ ഒരു കണക്കെടുപ്പിലുമാണ് ഈ ഭീമമായിട്ടുള്ള സംഖ്യ നഷ്ടമായി വരുന്നത്. ഈ സംഖ്യ, ഈ റിപ്പോർട്ടാണ് നാളെ മന്ത്രിസഭാ യോഗത്തിൽ വയ്ക്കുക. അതിനുശേഷം മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഇതിന്റെ പുതിയ തീരുമാനങ്ങൾ, അതുപോലെ തന്നെ പുതിയ സ്കീം അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ ഏതൊക്കെ ബസ്സുകളിലാണ് ഇനി ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണോ ഈ സംവിധാനം ഉണ്ടാവുക, അല്ലെങ്കിൽ ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്, മിന്നൽ അടക്കമുള്ള ബസ്സുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവുക. എന്തായാലും നാളത്തെ മന്ത്രിസഭാ യോഗം ഇതിൽ നിർണായകമാണ്. അതിനുശേഷമായിരിക്കും തുടർ തീരുമാനം. അതുപോലെ തന്നെ എങ്ങനെയാണ് സർക്കാർ ഈ ബാധ്യതയെ മറികടക്കാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക തീരുമാനം ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.